Hello, my dear children. Welcome to Easy Maths Institute. എക്സസൈസ് 1.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറേഷണൽ. റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്കറിയാലോ എന്ത് റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ പ്രൂവ് ചെയ്യുന്നേ? അപ്പോൾ നമുക്കറിഞ്ഞാൽ പോരാ, മാത്സിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും. എങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ റൂട്ട് 5 ഇറേഷണൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കും എന്നറിയോ? റൂട്ട് 5 റേഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രൂവ് ചെയ്യും. ഇറേഷണലിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ റേഷണൽ? അപ്പോൾ നമുക്ക് എടുക്കാം എസ്യൂം, അല്ലെങ്കിൽ ലെറ്റസ് എസ്യൂം ദ കോൺട്രേ ദാറ്റ് ലെറ്റസ് എസ്യൂം ദ കോൺട്രേ ദാറ്റ് എന്തെടുക്കുക? കോൺട്രേ ദാറ്റ് എന്താണ് ഇതിൻ്റെ കോൺട്രേ? റൂട്ട് 5 ഈസ് റേഷണൽ അല്ലേ? റേഷണൽ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് റേഷണൽ നമ്പർ ഏത് ഫോമിലുള്ള. എക്സാമ്പിൾ 2/3, 5/7, 10/11 അല്ല 1 എന്ന് പറഞ്ഞാൽ 1/1 ആണല്ലേ? അപ്പോൾ ഇതൊക്കെ ഏത് ഫോമിലുള്ള? A/B ഫോമിലുള്ള അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? റേഷണൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 5 ഈസ് ഈക്വൽ ടു ദെൻ റൂട്ട് 5 ഈക്വൽ ടു A/B. ഇവിടെ എയുടെയും ബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കോപ്രൈമാണ്. എന്ന് വെച്ചാൽ അവയിൽ കോമൺ ആയിട്ടൊരു ഫാക്ടറും ഇല്ല. വേർ എ ആൻഡ് ബി ആർ കോപ്രൈം. എ ആൻഡ് ബി ആർ കോപ്രൈം. ഓക്കെ, കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഈ 2ഉം 3ഉം കോപ്രൈമാണ്. കാരണം 2ലും 3യിൽ കോമൺ ആയിട്ട് ആരുമില്ല. ഓക്കെ, അതേസമയം 10/50 എന്ന് പറഞ്ഞാൽ കോപ്രൈം അല്ല. കാരണം ഇതിൽ നമുക്ക് ഇനിയും ഇതിനെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/3 കിട്ടും. അപ്പോൾ ഇത് കോപ്രൈം അല്ല, ഇത് കോപ്രൈമാണ്. കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് എന്തില്ല? വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നർത്ഥം. അല്ലെങ്കിൽ HCF അതിൻ്റെ 1 ആണ് എന്നർത്ഥം. കാരണം അതിൻ്റെ ഹയസ്റ്റ് ഫാക്ടർ 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് റൂട്ട് 5B, അതായത് റൂട്ട് 5 ഈ ബീനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? റൂട്ട് 5B ഈസ് ഈക്വൽ ടു എ എന്നാവും അല്ലേ? ഇനി നമുക്ക് ഇതിനൊന്ന് സ്ക്വയർ ചെയ്താലോ? രണ്ട് ഭാഗം ഒന്ന് സ്ക്വയർ ചെയ്യാം. റൂട്ട് 5B ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇവിടെ ജസ്റ്റ് ചെയ്ത് വെക്കുക, സ്ക്വയറിങ് ബോത്ത് സൈഡ്. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ്. ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എയുടെ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഇവിടെ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 5 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് 5 × 4 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 20നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? 20 ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയാം. അതുപോലെ ഇവിടെ എന്ത് പറയാം? എ സ്ക്വയർ ഈസ് divisible by 5. A square is divisible by 5. Therefore എന്താണ്? Therefore A is also divisible by 5. എവിടുന്നായി നമുക്ക് കിട്ടിയേ? ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒരു പ്രൈം നമ്പറോട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പറും പ്രൈം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 441 അല്ലേ 21 സ്ക്വയർ? അപ്പോൾ 21 എന്ന് പറയുന്ന 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ, നമുക്ക് ഡിവൈഡ് ചെയ്യാം പൂർണ്ണമായിട്ടും. അതുപോലെ തന്നെ 21നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പറും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ എ ഓൾസോ ഡിവിസിബിൾ ബൈ 5 എന്ന് പറഞ്ഞ അർത്ഥം എയുടെ കൂടെ വേറെ ആരോ കൂടി ഉണ്ട് എന്നല്ലേ? അല്ലേ? അതായത് 8 2 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം 2ൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നല്ലേ? 2 × ആരുണ്ട്? 4 അല്ലേ 8?
ഓക്കെ. അതുപോലെ എ 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ അർത്ഥം എയുടെ കൂടെ ആരോ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, അതിന് നമുക്ക് ഒരു ലെറ്റർ കൊണ്ട് അങ്ങോട്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു 5c, അല്ല നിങ്ങൾക്ക് 5m എന്നോ 5n എന്നോ എന്തോ എടുക്കാം. ഓക്കെ. ഇവിടെ സി എന്ന് പറയുന്ന ആരാണ്? സി ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ, സി ഈസ് എൻ ഇൻറ്റീജർ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ ഇക്വേഷൻ 1-ൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5b² ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ 1 നോക്കണേ, 5b² ഈക്വൽ ടു എ സ്ക്വയറിന് വരെ നമുക്ക് എന്തിടാം? 5c ഇടാം അല്ലേ? എ സ്ക്വയറിന് വരും 5c ഇടാം. ഓക്കെ, 5c ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എ സ്ക്വയറിന് ഒരു ആറ് ഇടുവാണ്, 5c ഹോൾ സ്ക്വയർ ഇട്ടു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാമെന്നറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? 5b² ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന് സ്ക്വയർ ആണ്, സിന് സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25c². അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5നും ഈ 25നും ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടും? b² ഈക്വൽ ടു ഈ 5 ഇങ്ങോട്ടേക്ക് ഡിവൈഡഡ് ആവും. ഓക്കെ, ഡിവൈഡ് ബൈ 5 ആവും. അപ്പോൾ ഇത്ര കിട്ടും, അവിടെ 5 ബാക്കി ഉണ്ടാവും അല്ലേ? b² ഈക്വൽ ടു 5c². മനസ്സിലായോ? ഈ 5നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 25/5 ഈസ് ഈക്വൽ ടു 5. മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? c² ഈസ് b² ഈക്വൽ ടു 5c² ആണ്. ഓക്കെ, അപ്പോൾ c² അല്ല, b² ഇവിടെ. b² ഈക്വൽ ടു 5c² എന്ന് പറഞ്ഞ അർത്ഥം ഈ 5 ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? b²നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നേരത്തെ മുകളിലെടുത്ത പോലെ തന്നെ a² ഈസ് 5b² ഈക്വൽ ടു a² എന്ന് പറഞ്ഞ അർത്ഥം a² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നാണ്. അതുപോലെ b² ഈസ് 5c² ഈക്വൽ ടു b². ഇതിനൊന്ന് തിരിച്ചെഴുതട്ടെ, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 5c² ഈസ് ഈക്വൽ ടു b². ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ b² ഈസ് divisible by 5. അപ്പോൾ b² 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആരും കൂടി ഡിവിസിബിൾ ആണ്? b ഈസ് ഓൾസോ divisible by 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? a² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? b² ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഇനി നമുക്ക് ഇപ്പോൾ നമുക്കൊരു സംഗതി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഇവിടെ എയും എന്താണ്? എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്താ സംഭവം? എയും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഞാൻ കുറച്ചും കൂടി റെഡ് കൊണ്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ എടുത്തത് എന്താ അറിയോ? എടുത്തത് എയും ബിയും ആരാണ്? കോപ്രൈം ആണെന്ന് അർത്ഥം വെച്ചാൽ. എന്നുവെച്ചാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല നമ്മൾ എടുത്തു. പക്ഷെ നമുക്ക് കിട്ടിയ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ട് 5 ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി? കോൺട്രഡിക്ഷൻ വന്നു അല്ലേ? ആ കോൺട്രഡിക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? ഇത് എയും ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ആൻഡ് ബി ആർ ഹാവിങ് കോമൺ ഫാക്ടർ 5. എ ആൻഡ് ബി ഹാവിങ് കോമൺ ഫാക്ടർ 5. അപ്പോൾ ഇതൊരു കോൺട്രാഡിക്ഷൻ ആണ് അല്ലേ? ആദ്യം കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞെടുത്തത് √5 ഈക്വൽ ടു a/b എന്ന് പറഞ്ഞെടുത്തു. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്ത് വന്നു? കോമൺ ഫാക്ടർ 5 ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കോൺട്രാഡിക്ഷൻ ആണ്. സോ ദിസ് കോൺട്രാഡിക്ഷൻ ഈസ് എറൈസൺ.
this contradiction is arisen because of a wrong assumption, എന്താ നമ്മൾ റോങ് അസംഷൻ എടുത്തത്? റൂട്ട് 5 റേഷണൽ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ കോൺട്രാഡിക്ഷൻ വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore റൂട്ട് 5 ഈസ് an irrational number. ഓക്കെ, irrational number. നമ്മൾ എന്താ ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്? ആദ്യം നമ്മൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഡയറക്റ്റ് പ്രൂവ് ചെയ്യാനുള്ള വഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുത്തു. എന്താണ് എടുത്തത്? റേഷണലാന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ റേഷണലാന്ന് എടുത്തിട്ട് റേഷണലാകുമ്പോൾ നമുക്ക് എ ബൈ ബി ഫോമിൽ എഴുതാം. എന്നിട്ട് അതിന് രണ്ട് സൈഡിൽ സ്ക്വയറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ എ സ്ക്വയർ ഡിവിസിബിൾ ബൈ 5 എന്ന് കിട്ടും. അതുകൊണ്ട് എയും ഡിവിസിബിൾ ബൈ 5 ആന്ന് കിട്ടും. പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയറും ഡിവിസിബിൾ ബൈ 5 ആന്ന് കിട്ടും. ബിയും ഡിവിസിബിൾ ബൈ 5 ആന്ന് കിട്ടും. എന്ന് വെച്ചാൽ എക്കും ബിക്കും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 5 എന്നുള്ള നമ്പർ വരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നില്ല എന്ന്, പിന്നെ നമുക്ക് കിട്ടി വരുന്നുണ്ട് കിട്ടി. ആ കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് ഇതെന്തല്ല, ഇത് റേഷണൽ അല്ല, ഇറേഷണൽ ആണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല, 1, 2, 3 പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതി പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഈ റൂട്ട് 5 വരെ ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാമിന് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. 1, 2 കോൺസെപ്റ്റുകൾ ഓർമ്മിച്ചാൽ ആദ്യം ഒന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിൽ കാണാം.